അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ സോളോ ആയിട്ട് തന്നെ ഇറങ്ങിയത്. പിന്നെ ബസ്സിൽ കയറി, പിന്നെ എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിച്ചു, പക്ഷെ ഒട്ടും കൊള്ളില്ലായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറുവാണേ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഒരു 4 hours യാത്ര ചെയ്ത് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി. അതെ, ഇത് തായ്ലൻഡിലോട്ടാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ്. ഇത് ബാങ്കോക്ക് എയർപോർട്ടാണ്. അങ്ങനെ ബാങ്കോക്കിൽ എയർപോർട്ടിലെത്തി ഒരു ടാക്സി വിളിച്ചിട്ട് ഞാൻ എൻ്റെ അക്കോമഡേഷനിലോട്ട് പോവാം. ഞാൻ നേരത്തെ തന്നെ എൻ്റെ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ ബാങ്കോക്കിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഹോസ്റ്റലിലാണ് കേട്ടോ. ഇതാണ് ഹോസ്റ്റൽ, ഏഗനേക് ഹോസ്റ്റൽ എന്നാണ് പേര്. പെർ ഡേ 1200 ആട്ടോ ഞാൻ കൊടുത്തത്, 1200 ഇന്ത്യൻ റുപ്പീസ്. എനിക്ക് മേളിലുള്ള ബെഡാണ് കിട്ടിയത്. നല്ല ക്ലീനുള്ള ഹോസ്റ്റലായിരുന്നു. പിന്നെ ഞാൻ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി. ഞാൻ മെയിനായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടോ യൂസ് ചെയ്തത്, BTSും MRT ഒക്കെ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ലൊക്കേഷനിലോട്ട് പോയി. ഞാൻ ഫസ്റ്റ് പോകുന്നത് വാട്ട് ഫോ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളിലോട്ടാണ് കേട്ടോ. അവിടെ ഞാൻ എന്താ പറയുക, മാപ്പൊക്കെ നോക്കിയിട്ടാണ് നടന്നു പോകുന്നത്. അങ്ങനെ അവിടെ എത്തി. അവിടെ ഒരു പാസ് ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 500 തായ് ബാത്താണ് കേട്ടോ പാസ്സിന് നമ്മൾ പേ ചെയ്യേണ്ടത്. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ എമൗണ്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എക്സ്ചേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തായ് ബാത്തായിട്ട് കൺവേർട്ടാക്കി തരും. പിന്നെ ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കുറേ നേരം അവിടെ ചുറ്റി നടന്ന് കണ്ടു. ഇവിടെയാണ് മറ്റേ റിക്ലൈനിങ് ബുദ്ധയുടെയൊക്കെ ടെമ്പിള്. അതിൻ്റെ ഉള്ളിൽ പോയി കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഈവനിങ് ആയപ്പോൾ ഒന്ന് വെറുതെ പുറത്തോട്ട് ഇറങ്ങി. ഈവനിങ് ആയപ്പോഴത്തേക്കും ഇവിടെ മാർക്കറ്റ്സൊക്കെ ലൈവായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി കുറച്ച് നേരം നടന്നു. എന്നിട്ട് റൂമിൽ തിരിച്ചു പോയി കിടന്നുറങ്ങി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡേ ഉണ്ടായി. നെക്സ്റ്റ് ഡേ ഞാൻ പോകുന്നത് പട്ടായയിലോട്ടാണ് കേട്ടോ. ഞാനൊരു ടാക്സി വിളിച്ചാൽ പോയത്. പട്ടായയിൽ ഞാൻ സ്റ്റേ ചെയ്തത് സിയാം ഡിസൈൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ്. പെർ ഡേ ഒരു 7000 സംതിങ് ആണ് കേട്ടോ റെൻറ്റ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. ഈവൻ ദോ ഞാനത് ചൂസ് ചെയ്തത് നല്ല സെൻറ്റർ ലൊക്കേഷനാണ് പട്ടായയുടെ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ റൂമിലെത്തി ഫ്രഷായി ഒന്ന് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി. അവിടെ ഒരു മോളൊക്കെ ഉണ്ട്, സിയാം സെൻട്രൽ മോൾ. അങ്ങനെ അവിടെയൊക്കെ പോയി പിന്നെ കുറച്ച് നേരം അതിൽ കൂടെ ചുറ്റി നടന്നതിന് ശേഷം പിന്നെ റൂമിൽ വന്നു. എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഞാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ ഇന്ന്. അങ്ങനെ ഞാനൊരു ടാക്സി പിടിച്ചിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോവാം. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി. അവിടെയും എൻട്രി ഫീ ഉണ്ട്. അങ്ങനെ എൻട്രി ഫീ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും അധികം എടുക്കാനൊന്നും പറ്റിയില്ല. എൻ്റെ കയ്യിൽ ഞാൻ വെറുതെ എടുത്ത വീഡിയോസ് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം നമുക്ക്. പക്ഷെ ഞാൻ അധികം ഷോപ്പിങ്ങിനൊന്നും പോയില്ല. ജസ്റ്റ് അതിൽ കൂടെ ചുമ്മാ കറങ്ങി നടന്നു. എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ടൊരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ 2 ആളുടെ എൻട്രി ഫീ കൊടുക്കേണ്ടി വന്നു. ആക്ച്വലി എൻ്റെ ട്രിപ്പ് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. കുറേ ഞാൻ അധികം സ്പെൻഡ് ചെയ്തു. ഹോട്ടലിനൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് നേരെ പോയത് ടൈഗർ പാർക്കിലോട്ടായിരുന്നു. അവിടെ എൻട്രി ഫ്രീ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏകദേശം 500 ബാത്തായിരുന്നു. പിന്നെ ഫോട്ടോ കൂടെ എടുക്കണമെങ്കിൽ ഓരോ ടൈഗറിൻ്റെ സൈസ് അനുസരിച്ച് പൈസ കൊടുക്കണം. അപ്പോൾ 2000 ബാത്ത് എന്തോ കൊടുത്തിട്ട് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ പോയത് സാങ്ച്വറി ഓഫ് ട്രൂത്തിലോട്ടാണ് കേട്ടോ. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് പോയൊരു സ്ഥലമാണ്. എനിക്ക് അതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ ഇങ്ങനെ കയറുന്ന സ്ഥലത്ത് തന്നെ ആളുകൾ കൊത്തുപണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ എന്നും ഇങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പിക്ചറിലൊക്കെ കണ്ട് എന്താ പറയുക, ഫെമിലിയർ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അങ്ങനെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ പോയി. അതിൻ്റെ ഉള്ളിലൊക്കെ മരം കൊണ്ട് തന്നെയാണ് കേട്ടോ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ച് സമയം കറങ്ങി ചുറ്റി നടന്നു. ഒരു ഗൈഡൊക്കെ ഉണ്ടാവും നമുക്ക്. അവരിതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിന് ചുറ്റും കുറേ നേരം നടന്നു, ഫോട്ടോയൊക്കെ എടുത്തു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഞാനൊരു സൺസെറ്റിൻ്റെ ടൈമായപ്പോൾ വന്നതുകൊണ്ട് അത് കാണാൻ തന്നെ ഭയങ്കര
ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാ വശത്തേക്കടും ചുറ്റി നടന്ന് ഞാൻ കണ്ടു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ച് റൂമിലെത്തി. റൂഫ് ടോപ്പിൽ ബാർ ഉണ്ടായിരുന്നു, അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ പട്ടായ സിറ്റി മൊത്തം ഈ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിലിരുന്നാൽ കാണാൻ പറ്റും. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഡേ 3 ഒരു ബീച്ച് ഡേ ആണ് കേട്ടോ. അങ്ങനെ പട്ടായയിൽ നിന്ന് ബോട്ടൊക്കെ കയറി നമുക്കൊരു ഐലൻഡിലേക്ക് പോകണം. നോർമലി എല്ലാവരും പോകുന്നത് കോലാൻ ഐലൻഡിലേട്ടാണ്, അതായത് കോറൽ ഐലൻഡിലേട്ടാണ്. പക്ഷേ ഞാൻ പോയത് നോർമൽ കോറൽ എല്ലാവരും പോകുന്ന സ്ഥലത്തായിട്ടല്ല, ഒരു ഡിഫറെൻറ്റ് സൈഡ്, അതായത് എനിക്ക് തോന്നുന്നു കോലാൻ്റെ ഡിഫറെൻറ്റ് സൈഡിലായിട്ടാട്ടോ പോയത്. അവിടെ ബോട്ടിൽ കയറിപ്പോയി. എന്നിട്ട് ആ ബീച്ച് കുറച്ചുകൂടെയും കാമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഇന്ത്യൻസിനെ പോലും ഞാൻ അവിടെ കണ്ടില്ല. കൂടുതലും യൂറോപ്യൻസ് ആയിരുന്നു ആ ബീച്ചിലുണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഞാൻ അണ്ടർ വാട്ടർ വോക്കിനൊക്കെ പോയിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്. ഈ ഒരു ലൊക്കേഷനിൽ പോകാൻ വേണ്ടിയിട്ട് നോർമൽ എല്ലാവരും കോലാനിലേക്ക് ക്യൂ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്യൂവിൽ പോയി നിന്നാൽ മതി. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു നൈറ്റ് ആയപ്പോൾ ഞാൻ പട്ടായ വോക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണെങ്കിൽ ഞാൻ പല കാര്യങ്ങൾ കണ്ടു. അതായത് മുതലേനെ വിൽക്കാൻ വച്ചേക്കുന്നു, തേളിനെ വിൽക്കാൻ വച്ചേക്കുന്നു. മുതലിറച്ചി ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് മുതലിറച്ചിയൊക്കെ ഒന്ന് ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു ആദ്യമേ ഇനീഷ്യലി ഒരു ഹെസിറ്റേഷനൊക്കെ തോന്നാം. പക്ഷേ വലിയ മോശമില്ല. പിന്നെ ഓരോ കരിക്കൊക്കെ കുടിച്ചു. അങ്ങനെ ഞാൻ നടന്ന് പിന്നെയും നടന്ന് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ വോക്കിംഗ് സ്ട്രീറ്റിലെത്തി. വോക്കിംഗ് സ്ട്രീറ്റ് വേറൊരു വേൾഡ് തന്നെയാണ്. കുറേ നൈറ്റ് ക്ലബ്സും മസാജിങ് സെൻറ്റേഴ്സും, ലൈക്ക് ഫുൾ വൈബ്, തിരക്ക്. അങ്ങനെ അതിലൂടെ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് തിരിച്ച് റൂമിലെത്തി. എന്നിട്ട് റൂഫ് ടോപ്പിൽ പോയൊരു മച്ചാലാട്ടിയൊക്കെ കുടിച്ചിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഡേ 4 എൻ്റെ ഫൈനൽ ഡേ ആണ് കേട്ടോ. അന്ന് പോയത് ന്യൂനൂച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ്. അതൊരു വലിയ ഗാർഡൻ തന്നെയാണ്. അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നില്ലെങ്കിൽ നമുക്ക് എലഫൻറ്റ് സഫാരി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബസ് റൈഡ് ചൂസ് ചെയ്യാം. ഞാൻ ബസ് റൈഡാട്ടോ ചൂസ് ചെയ്തത്. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും നമ്മൾ നിർത്തും. അപ്പം നമുക്ക് അവിടെ ഇറങ്ങി എക്സ്പ്ലോറൊക്കെ ചെയ്യാം. അങ്ങനെ ഗാർഡൻ കണ്ടു. അതൊരു ഹാഫ് ഡേയോളം എടുത്തു കേട്ടോ, ഒരു 2-3 hours എടുത്തു. അങ്ങനെ എൻ്റെ തായ്ലൻഡിലെ ലാസ്റ്റ് ലൊക്കേഷനും കവർ ചെയ്ത് ഞാൻ തിരിച്ച് ബാങ്കോക്കിലേക്ക് ടാക്സി വിളിച്ച് പോയി. എന്നിട്ട് അവിടെ നിന്ന് രാത്രിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ തന്നത്. എന്നെ തന്നെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ട്രാവലിംഗ് കൊണ്ട് പറ്റി. നമ്മൾ പല കാര്യങ്ങൾക്കും കേപ്പബിളാണെന്നുള്ള കാര്യം നമ്മളെ റിയലൈസ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ യാത്രകളൊക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ബൈ.